നമസ്കാരം, വിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു ഡ്രസ് മെറ്റീരിയലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ അയൺ ചെയ്യുമ്പം വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പം സാധാരണ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ ഇട്ടിട്ടായിരിക്കുമല്ലോ ഇതുപോലെ വർക്കുള്ള ഡ്രസ്സൊക്കെ നമ്മൾ അയൺ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാളത്തേന് നമുക്ക് അയൺ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു അളവിൽ ഞാനിങ്ങനെ ഒരു ഫോയിൽ പേപ്പർ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അയൺ ബോക്സ് ഇതേപോലെ ഒന്ന് അതിലോട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി, അവിടെ ഇരുന്നോളും. ഇത് ഊരി പോവോ അഴിഞ്ഞു പോവോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ അയൺ ബോക്സിൽ ഈ ഫോയിൽ പേപ്പർ ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ചൂടാക്കി ഇങ്ങനെ നമ്മൾ അയൺ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ ഈ വർക്കുകൾക്കൊന്നും ഒരു കേടും സംഭവിക്കത്തില്ല കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് അയൺ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ പ്രത്യേകിച്ച് മെറ്റീരിയലൊക്കെ ഇതേപോലുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ചൂടൊക്കെ കൂടുതൽ നമ്മളത് കറക്റ്റായിട്ട് ക്രമീകരിച്ചിട്ടില്ല എങ്കിലും ഈ തുണി കത്തിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്യുവാണെങ്കിലുണ്ടല്ലോ നന്നായിട്ട് തന്നെ നമുക്ക് അയൺ ചെയ്തെടുക്കാൻ പറ്റും. ആ വർക്കുകൾക്കൊന്നും ഒരു കേടുപാടും സംഭവിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഇനി അയൺ ചെയ്യുന്ന സമയത്ത് ചെയ്ത് നോക്കണേ. ഇനി രണ്ടാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ ബാഗുകളിൽ ഇതുപോലെ ബോട്ടിലൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന സമയത്ത് അതിൻ്റെ അടപ്പ് കറക്റ്റായിട്ടിട്ട് ടൈറ്റായിട്ട് വെച്ചില്ലെങ്കിൽ വെള്ളമൊക്കെ ലീക്കായിട്ട് ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ നനഞ്ഞു പോകാനും ബാഗ് നനഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ആ ഒരു ക്യാപ്പ് ലൂസ് ആണെങ്കിൽ കറക്റ്റായിട്ട് മുറുകുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ രണ്ട് ചുറ്റായിട്ടിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ക്യാപ്പ് വെച്ചിട്ട് അടയ്ക്കുകയാണെങ്കിലുണ്ടല്ലോ നല്ലതുപോലെ ഇതിങ്ങനെ ടൈറ്റായിട്ടിട്ട് ഇരുന്നോളും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഇതിപ്പം വാട്ടർ ബോട്ടിലൊന്നല്ല, നമ്മുടെ മരുന്നിൻ്റെയൊക്കെ ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ട്രാവൽ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ബാഗൊക്കെ ഇത് ബാഗിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കറക്റ്റായിട്ടിട്ട് അടഞ്ഞിരുന്നില്ലെങ്കിൽ മരുന്നൊക്കെ ലീക്കായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളിങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ക്യാപ്പ് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ടൊന്ന് അടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഒരല്പം പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പല്ലൊക്കെ തേക്കാൻ ഉപയോഗിക്കുന്ന അത്രയും മതി. പിന്നെ ഒരു സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം വെള്ളം, ഒരു സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് പേസ്റ്റ് ആക്കിയിട്ടൊന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. ഇതേപോലത്തെ നമ്മുടെ സെറാമിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരുന്നതായിരുന്നു. അപ്പം കളറൊക്കെ അങ്ങ് വല്ലാണ്ട് മങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കപ്പും സോസറും ഒക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ ചായയൊക്കെ എടുക്കുന്നത് കാപ്പിയൊക്കെ എടുക്കുന്ന അതിൻ്റെ കറയൊക്കെ പിടിച്ച പാത്രങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതെടുത്തോ. എന്നിട്ട് ഇത് വെച്ചിട്ട് നല്ലപോലെ നമുക്കിങ്ങനെ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇത് തൂവെള്ള കളറായിട്ട് കിട്ടും കേട്ടോ. കാപ്പിയുടെയും ചായയുടെയൊക്കെ കറയുണ്ടെങ്കിൽ അതെല്ലാം നല്ലതുപോലെ തന്നെ പോയിട്ട് പുതിയതുപോലെ ഇരിക്കുവേ. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണത്. ഇപ്പം ഇതിന് വേണ്ടിയിട്ട് ഇപ്പം നല്ല പേസ്റ്റ് ഒന്നും എടുക്കണമെന്നില്ല. നമ്മൾ പേസ്റ്റൊക്കെ തീർന്നിട്ട് നമ്മുടെ കാലിക്കവർ ഉണ്ടല്ലോ അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന പേസ്റ്റൊക്കെ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാ ഞാൻ അങ്ങനെ ആ പേസ്റ്റ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ പുതിയ പാത്രം പോലെ ആയില്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള സെറാമിക്കിൻ്റെ പാത്രങ്ങളിലെ കറകളൊക്കെ ഇങ്ങനെ ഒന്ന് കളഞ്ഞു നോക്കണം കേട്ടോ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു കുഴിയൻ തവി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 വെളുത്തുള്ളിയാണ്. അപ്പം ഈ വെളുത്തുള്ളി നമുക്കൊന്ന് ചതച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതേ ഞാനൊന്ന് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് 4-5 കുരുമുളകാണ്. അപ്പോൾ ഈ കുരുമുളക് ഒന്ന് ചതച്ചിട്ടെടുക്കണം കേട്ടോ. അങ്ങനെ പൊടിയാക്കുമൊന്നും വേണ്ട, ജസ്റ്റ് എല്ലാം ഒന്ന് പൊട്ടി കിട്ടിയാൽ മതി. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി വേണ്ടത് എൻ്റെ കുറച്ച് പെരിഞ്ജീരകമാണ്. അപ്പോൾ ഒരു 1-2 നുള്ള് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ 2-3 ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒരുപാടൊന്നും വേണ്ട, ഏകദേശം 1 ടേബിൾ സ്പൂൺ അത്രേ ഞാനിപ്പോൾ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. മൂത്തിട്ട് കരിഞ്ഞൊന്നും പോകണ്ട, കളർ മാറാനും നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മൂത്ത് വരുന്ന ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഈ ചേർത്ത് കൊടുത്തതിൻ്റെ എല്ലാം സത്ത് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് തണുക്കണം. തണുക്കുന്നോടും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒന്ന് തീരെ തണുക്കാനായിട്ട് നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ തണുത്ത് വരുന്ന ഒരു സമയത്ത് നമുക്കിതിലോട്ട് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ ഈ മിക്സ് വെച്ചിട്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലുവേദന കുറയ്ക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു ഹോം റെമഡിയാണിത്.
പല്ലുവേദന ഉള്ളവർ ഇതേപോലെ ഈ ഓയിൽ ഒരു പഞ്ഞിയിലെടുക്കുക. ഒരല്പം പഞ്ഞി ഇതുപോലെ എടുത്തതിന് ശേഷം അത് പഞ്ഞിയിൽ മുക്കിയിട്ട് പല്ല് വേദനയുള്ള ഭാഗത്തൊന്ന് കടിച്ചു പിടിക്കുകയാണെങ്കിൽ പല്ലുവേദന പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ വൈകിട്ട് നമ്മൾ ഇതുപോലൊന്ന് വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും പല്ലുവേദന പമ്പ കടന്നിരിക്കും. അതുപോലെ തന്നെ ഈ ഓയിൽ വെച്ചിട്ട് നമുക്ക് പല്ല് തേക്കാം. നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ അല്പം ഓയിലും കൂടി ഒന്ന് എടുത്തതിന് ശേഷം പല്ല് തേക്കുകയാണെങ്കിൽ വായ്നാറ്റം അതുപോലെ തന്നെ പല്ലിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഉള്ളൊരു നല്ല പരിഹാരമാണ്. പല്ല് നല്ല വെള്ള കളറിലാകും, മഞ്ഞ കളറൊക്കെ പോയിട്ട് അതുപോലെ പ്ലാക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്നതായിരിക്കും കേട്ടോ. ഒരു 2 ആഴ്ച നിങ്ങൾ അടുപ്പിച്ച് ഇങ്ങനെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പല്ലിൽ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനി ആരും പല്ലുവേദനയാണെന്നും വൈനാറ്റമാണെന്നും ഒന്നും പറയണ്ട. ഈ രീതിക്ക് നിങ്ങൾക്കൊന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിപ്പം നമ്മൾ 1 ടേബിൾ സ്പൂൺ എണ്ണയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് നമുക്ക് കുറച്ചധികം ദിവസം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഒരാഴ്ചത്തേന് നമുക്കിതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് വീട്ടമ്മമാരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ്. ഇതുപോലെ നമ്മുടെ ഉഴുന്ന്, കടല, പയറ്, പരിപ്പ് ഇതിനകത്തൊക്കെ ചെള്ള് കയറുക എന്നുള്ളത് സർവ്വസാധാരണമാണ്. വീട്ടിൽ ഏതെങ്കിലും ഒരു ധാന്യത്തിൽ ചെള്ള് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ മൊത്തം എല്ലായിടത്തും തന്നെ ചെള്ള് ആകും അല്ലേ. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മളിതുപോലെ വറ്റൽമുളക് എടുക്കുക. എന്നിട്ട് അതൊന്ന് പൊട്ടിക്കണേ. ഇതുപോലെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഏതിലാണോ ഇട്ട് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു ധാന്യത്തിൽ ഇതിങ്ങനെ ഒന്ന് ഇട്ട് വെച്ചാൽ മതി. ഇപ്പം ഞാൻ 2 വറ്റൽമുളക് എടുത്തിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഉഴുന്നിലാണ് കേട്ടോ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ ഉഴുന്ന്, കടല, പയറ്, പരിപ്പ് ഇതൊക്കെ നമ്മൾ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ചെള്ള് കയറും. അപ്പോൾ വളരെയധികം നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ വറ്റൽമുളക് ഇട്ട് എടുക്കുക. ഇത് ഉള്ളിലോട്ട് ഇങ്ങനെ ഒന്ന് ആഴ്ത്തി വെക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ചെള്ളിൻ്റെ ഉപദ്രവം അല്ലെങ്കിൽ മറ്റ് ഈച്ചകളുടെ ഒന്നും ഉപദ്രവം ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇല എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി കാണുമല്ലോ. ആര്യവേപ്പിലയാണ്. 2 തണ്ട് ആര്യവേപ്പിലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലയാണ്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ ആര്യവേപ്പിലയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ പറയാതെ തന്നെ. അപ്പോൾ ഞാൻ ഈ ആര്യവേപ്പിൻ്റെ ഇലയെല്ലാം നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതുപോലൊന്ന് അതിൻ്റെ ഇലയൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം 1 സ്പൂൺ ഉലുവ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് തിളപ്പിച്ച് എടുക്കണം കേട്ടോ. ഒരു 20 മിനിറ്റ് എങ്കിലും ഇത് നിന്നൊന്ന് തിളയ്ക്കണം. ഈ ആര്യവേപ്പിലയുടെയും അതുപോലെ തന്നെ ഉലുവയുടെയും സത്തെല്ലാം ഈ വെള്ളത്തിലേക്കൊന്ന് ആവണം. നിങ്ങൾക്കറിയാമല്ലോ ആര്യവേപ്പിലയ്ക്കും ഉലുവയ്ക്കും ഒക്കെ അതിൻ്റേതായ ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ്. നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. അതിനുശേഷം ഒരു 20 മിനിറ്റോളം ഇങ്ങനെ നിന്ന് തിളയ്ക്കണം. കാരണം ഇതിൻ്റെ ആ ഒരു സത്തെല്ലാം ഒന്ന് ഇറങ്ങി വരണം. അപ്പോൾ ഇതുപോലൊന്ന് തിളച്ച് ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തിട്ട് നമുക്കിത് 1 ദിവസം ഈ വെള്ളത്തിൽ തന്നെ കിടക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ എല്ലാ സത്തും ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 ദിവസത്തിന് ശേഷം നമ്മളിത് എടുത്തിട്ട് ഇതൊന്ന് അരിച്ച് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനോഹരമായിട്ട് മുടിയുള്ള ഒരു പെൺകുട്ടി നടന്നു പോകുന്നത് കണ്ടാൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ആരും ഒന്ന് നോക്കൂ അല്ലേ. കറുത്ത നിറത്തിൽ കരുത്തുറ്റ മുടി ഇഴകൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച അതൊന്ന് കാണാൻ തന്നെ അതിമനോഹരമാണ് അല്ലേ. എത്ര തിരക്കാണെങ്കിൽ പോലും നമ്മളൊന്നും നോക്കാതിരിക്കത്തില്ല. മുടിയുടെ കനവും കരുത്തും ഒക്കെ തന്നെയാണ് മുടിയുടെ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ മുടി വളർച്ച കൂട്ടാനും മുടി ഇഴകൾ മനോഹരമാക്കാനും ഒരുപാട് വഴികൾ പരീക്ഷിച്ചവരായിരിക്കും നമ്മളിൽ കൂടുതൽ പേരും. എന്നാൽ ആര്യവേപ്പിലയും ഉലുവയും ഈ ഒരു രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കൂ. ഇത് നമ്മുടെ മുടി ഇഴകളിൽ നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കാം. തലയോട്ടിയിലൊക്കെ നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം മസാജ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. താരൻ, തലയോട്ടിയിലെ ചൊറിച്ചിൽ എന്നിവയൊക്കെ പോകാനും ഒത്തിരി നല്ലതാണ്. ഈ വേപ്പിലയിൽ ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളുണ്ട്. അതിനാൽ താരന്, ചൊറിച്ചിൽ എന്നിവയ്ക്കൊക്കെ പ്രകൃതിദത്തമായിട്ട് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന ഒന്നാണ് കേട്ടോ. ഇത് തലയോട്ടിയെ മോയ്സ്ചറൈസ് ചെയ്യുകയും അണുബാധകളിൽ നിന്നൊക്കെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ അകാല നര തടയുന്നു. വേപ്പിലയിൽ ആൻറ്റി ഓക്സിഡൻറ്റ് കൂടുതലാണ്. ഇത് അകാല നര തടയുന്നതിനും മുടിയുടെ കേടുപാടുകളൊക്കെ മാറ്റുന്നതിനും ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ അറ്റം പിളരുന്നത്, മുടിയുടെ ഇഴകളുടെ അഗ്രഭാഗത്ത് ഈ പിളർന്നതുപോലെ വരുന്നത് തടയാനായിട്ടുള്ളൊരു നല്ലൊരു മാർഗ്ഗമാണിത് കേട്ടോ. ഈ ആര്യവേപ്പില മുടിയുടെ ജലാംശം വർദ്ധിപ്പിക്കുകയും മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മുടി ഇഴകളുടെ വേര് മുതൽ നമുക്ക് നമ്മുടെ മുടിയെ കരുത്തുറ്റതാക്കാനും തിളക്കമുള്ളതാക്കാനും ഒക്കെ ഈ ഒരു രീതിക്ക് ചെയ്യുവാണെങ്കിൽ സാധിക്കും. ഇതിപ്പോൾ ഞാൻ മുടി ഒരു 10-15 മിനിറ്റ് നേരം ആ സ്പ്രേ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഇതുപോലെ നല്ല കരുത്തുറ്റ മുടിക്ക് നല്ല തിളക്കത്തോടു കൂടി മുടി ഇരിക്കാനും ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.